രണ്ടാം പിണറായി സർക്കാർ 5ാം വർഷത്തിലേക്ക് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയതും ദേശീയപാത വികസനവും നിക്ഷേപം ആകർഷിക്കാൻ നടത്തിയ ഇടപെടലുകളുമാണ് നാളെ 4 വർഷം തികയ്ക്കുന്ന സർക്കാരിന്റെ പ്രധാന നേട്ടങ്ങൾ. എന്നാൽ വന്യജീവി ആക്രമണത്തിന് പരിഹാരമില്ലാത്തതും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ കാലത്ത് കോടികൾ ചെലവിട്ട് നടത്തുന്ന ധൂർത്തുമാണ് സർക്കാരിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനങ്ങൾ. ഇനിയൊരു എക്സ്പ്ലെയിനറിലേക്കാണ് ജിഷ്ണാദാസ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ കാണാം. ഭരണ തുടർച്ചയെന്ന ചരിത്ര നേട്ടത്തിൽ നിന്നാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ പിറവി. സാമ്പത്തിക പ്രതിസന്ധിയും കേന്ദ്രവിഹിതത്തിലെ വെട്ടിക്കുറവും മൂലം പതുക്കെയായിരുന്നു പ്രയാണം. രണ്ടാം പിണറായി സർക്കാർ നാളെ 5ാം വർഷത്തിലേക്ക് കടക്കുന്നത് വിവാദ പെരുമഴകൾക്കിടയിലാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി കേസും അടുപ്പക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരായ അഴിമതി ആരോപണങ്ങളും മുഖ്യമന്ത്രിയെ എന്നല്ല സർക്കാരിനെ തന്നെ പിടിച്ചുലയ്ക്കുന്നതായി. ആരോപണങ്ങൾക്കിടയിലും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാനായതും സംസ്ഥാനത്തെ റോഡ് വികസനം നടപ്പാക്കാനായതും വലിയ നേട്ടമെന്ന് വിലയിരുത്തുകയാണ് സർക്കാർ. 3ാം വരവ് പ്രതീക്ഷിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ 2ാം ടേമിലെ 4 വർഷം എങ്ങനെ? പതിറ്റാണ്ടുകളുടെ സ്വപ്നം വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാനായത് തന്നെയാണ് സർക്കാരിന്റെ വലിയ നേട്ടം. സ്ഥലമേറ്റെടുക്കലെന്ന വലിയ കടമ്പ കടന്ന് റോഡ് വികസനം യാഥാർത്ഥ്യമാക്കാനായതും കീറാമുട്ടിയായി കിടന്ന ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി മുന്നേറാനായതും സർക്കാരിന്റെ നേട്ടമാണ്. സർക്കാർ ഓഫീസുകളിലെ ചുവപ്പുനാടയുടെ ഊരാക്കുടുക്കിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ച കേസ്മാർട്ടും പ്രധാന നേട്ടമായി ഉയർത്തി കാണിക്കപ്പെടുന്നു. അതിദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള നടപടികൾ, വ്യവസായ നിക്ഷേപം ആകർഷിക്കാനുള്ള ആഗോള സംഗമം എന്നിവയും സർക്കാരിന് അവകാശപ്പെടാവുന്ന മറ്റു നേട്ടങ്ങളാണ്. മറ്റു മന്ത്രിമാരെ കുറിച്ചുയർന്നതിനേക്കാൾ വിവാദങ്ങൾ പടർന്നു പിടിച്ചത് മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റി. മുഖ്യമന്ത്രിയുടെ കുടുംബവും ഓഫീസും വീണ്ടും വീണ്ടും സംശയനിഴലിൽ വന്നു. മാസപ്പടി കേസിലെ മകൾക്കെതിരായ പ്രോസിക്യൂഷൻ അനുമതിയും ദേശീയ ഏജൻസികളുടെ അന്വേഷണവും അണികളിൽ പോലും നിരാശയുണ്ടാക്കി. മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാർക്കുള്ള അമിത സംരക്ഷണവും മുന്നണിക്കകത്ത് തന്നെ മുറുമുറുപ്പുണ്ടാക്കി. സമരചരിത്രങ്ങൾ മറന്നുള്ള സ്വകാര്യ സർവകലാശാലകൾക്കുള്ള അനുമതി, ജനകീയ സമരങ്ങളോടുള്ള നിഷേധാത്മക സമീപനം, മാധ്യമങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തൽ ഇതെല്ലാം തിരിച്ചടി ഉണ്ടാക്കി. മലയോര ജനതയുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന വന്യജീവി ആക്രമണമാണ് സർക്കാർ നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളി. വന്യജീവി ആക്രമണത്തിൽ ദിവസേനയെന്നോണം മനുഷ്യർ കൊല്ലപ്പെടുമ്പോഴും സർക്കാരിന് ഒന്നും ചെയ്യാനാവുന്നില്ലെന്ന് വിമർശനമുയർന്നു. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുകയാണെങ്കിലും ലക്ഷങ്ങൾ ചെലവിട്ട് സ്വന്തക്കാർക്ക് വേണ്ടി നടത്തുന്ന നിയമനങ്ങളും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി. തിരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പദമൂന്നുന്ന സർക്കാർ കൂടുതൽ ജനകീയമാകാനുള്ള ഇടപെടലാകും വരുന്ന 1 വർഷം നടക്കുക.